ആ പുരുഷോത്തമനും ഗുണ്ടകളും ഓടി രക്ഷപ്പെട്ടത് നമ്മുടെ ഭാഗ്യമാണ്. ആ മണ്ടം പുരുഷോത്തമൻ ഒറ്റ പിടിപ്പുകേട് കാരണം ഈ ഓപ്പറേഷൻ മൊത്തത്തിൽ പൊളിഞ്ഞത്. രണ്ടാമത് ഞാൻ അയച്ച ഗുണ്ടകള് ഒരു വിധത്തിൽ പണി നടത്തിയതാ. അപ്പോഴാ ആകാശവും അഭിമന്യുവും ചെന്ന് ഇടപെട്ടത്. അഭിമന്യു, ആ പേര് ഇനി മിണ്ടിപ്പോരുത്. അത്രയ്ക്ക് വെറുപ്പായിരിക്കും ആ നികൃഷ്ട ജീവിയോട്. ഏറ്റവും ഒടുവിൽ പുരുഷോത്തമനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ അവനൊരു ശ്രമം നടത്തിയെന്ന് പുരുഷോത്തമൻ വിളിച്ചപ്പോ പറഞ്ഞു. പുരുഷോത്തമൻ ഓടി രക്ഷപ്പെട്ടത് കാര്യമായി. ഇല്ലെങ്കിൽ അവൻ തത്ത പറയുന്നത് പോലെ എല്ലാം പോലീസിനോട് പറഞ്ഞേനെ. നമ്മൾ രണ്ടും അകത്ത് കിടന്നേനെ. അനിയത്തിമാരുടെ ഭാവിയെ കരുതി അമൃത എന്തായാലും ഇതിന്റെ പേരില് ഒരു പോലീസ് കേസുമായി മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ, മറച്ചക്കന്റെ മനസ്സില് ഇപ്പോഴും അമൃതയ്ക്ക് വലിയ സ്ഥാനമാണല്ലോ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, അമൃതയുടെ മനസ്സിലുള്ളത് എന്താണെന്ന് സുമേഷ് കൃത്യമായിട്ട് പ്രവചിച്ചത് കൊണ്ട് പറഞ്ഞതാ. ഈ പ്ലാൻ പൊളിഞ്ഞ സ്ഥിതിക്ക് അമൃതയുടെ ബർത്ത്ഡേ പാർട്ടി കലക്കാൻ അടുത്ത പണി റെഡിയാക്കണം. ദിവ്യയുടെ പ്ലാൻ എന്താണെന്ന് അറിയാൻ അമ്മയ്ക്കും നല്ല ആകാംക്ഷയുണ്ട്. എന്തായാലും ഇന്ന് വൈകുന്നേരം നമുക്കൊന്ന് കാണാം. ബർത്ത്ഡേ പാർട്ടിയിൽ പൊട്ടിക്കാനുള്ള ബോംബ് എന്താണെന്ന് ഞാൻ അപ്പ പറയാം. ഞങ്ങൾ ഇങ്ങനൊരു ട്രാപ്പില് ആരായിരിക്കും അപകടപ്പെടുത്തിയത്? അതുകൊണ്ട് അവർക്ക് എന്ത് നേട്ടം ഉണ്ടാവും പോകുന്നത്? നിങ്ങൾ പഞ്ചരത്നങ്ങൾക്ക് ശത്രുക്കളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് പഞ്ഞൊന്നുമില്ലല്ലോ. പഞ്ചരത്നത്തിലെ 2 കുട്ടികൾ ഒരേ സമയം പോലീസ് ഓഫീസർമാരായി തീരുന്നു എന്നുള്ളത് അസൂയക്കാരെ സംബന്ധിച്ചിടത്തോളം നിസ്സാര കാര്യമൊന്നുമല്ലല്ലോ. അപ്പൊ പിന്നെ അതില്ലാതാക്കാൻ അവരെന്തായാലും ശ്രമിക്കും. ആരാ അവര്? അതാ അഭിയേട്ട ഞങ്ങൾക്ക് അറിയേണ്ടത്. അത് നമുക്ക് കണ്ടുപിടിക്കാം. എന്തായാലും ജീവൻ തോമസ് ആയിട്ട് ആൾമാറാട്ടം നടത്തിയവന്റെ പേര് നമുക്ക് കിട്ടി. പുരുഷോത്തമൻ. നല്ല പേര്. ആ പേര് സത്യവും വഴിയില്ല. അന്നേരം രക്ഷപ്പെടാൻ വേണ്ടി അയാളോട് നുണ പറഞ്ഞതാവല്ലോ. അതും ശരിയാ. എന്തായാലും പോലീസിലൊരു കംപ്ലൈന്റ് കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അവരന്വേഷിച്ച യഥാർത്ഥ പ്രതികൾക്ക് പിടിവീഴും, അതെനിക്കുറപ്പാ. ഇനിയിപ്പോ കേസും വഴക്കൊക്കെ വേണോ ബിയേട്ടാ? അത് ആരാധ്യയുടെ ആതിരയുടെ ഭാവിയെ ബാധിക്കില്ലേ? ആകാശേട്ടൻ പറഞ്ഞതിൽ കാര്യമുണ്ട് അഭിയേട്ട. സത്യത്തിൽ ഇവിടെ നടന്ന കാര്യങ്ങൾ അമൃതേച്ചി അറിയേണ്ടെന്നാ ഞങ്ങളുടെ അഭിപ്രായം. അഖിലേച്ചി പറഞ്ഞത് ശരിയാ. ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞ അമൃതേച്ചി ഞങ്ങളെ വച്ചേക്കില്ല. അതെ, നടന്നതൊന്നും അമൃതേച്ചിയോട് പറയണ്ട. ട്രെയിനിങ് നന്നായി പൂർത്തിയാക്കി ഞങ്ങൾ തിരിച്ചു വന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇവര് പറഞ്ഞതിലും കാര്യമുണ്ട്. ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞ അമൃതേച്ചി ബർത്ത്ഡേ ഫംഗ്ഷൻ പോലും വേണ്ടാന്ന് വെക്കും. നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം എങ്ങനെയാണെങ്കിൽ നടന്ന കാര്യങ്ങള് നമുക്ക് ഇവിടെ വെച്ചങ്ങ് മറക്കാം. ഭാവിയിൽ പോലീസിൽ ചേർന്ന് സമൂഹത്തിനെ സേവിക്കേണ്ട ആൾക്കാരാ നിങ്ങൾ രണ്ടുപേരും. അങ്ങനെയുള്ള നിങ്ങള് ഇതുപോലുള്ള കള്ളന്മാരെ തിരിച്ചറിയാതെ പോയില്ല എന്റെ സങ്കടം. ഈ കാര്യത്തിൽ നിങ്ങളെ മാത്രം ഞാൻ കുറ്റപ്പെടുത്തില്ല. കാരണം നിങ്ങൾക്ക് ഇങ്ങനൊരു ട്രെയിനിങ് കിട്ടണമെന്ന് കോച്ചിങ് സെന്ററിൽ വിളിച്ചു പറഞ്ഞത് ഞാനാ. നിങ്ങളേതിന് വിടണോ വേണ്ടേന്ന് എന്നോട് അമൃത അഭിപ്രായം ചോദിച്ചതാ. ട്രെയിനറായിട്ട് വരുന്നത് റിട്ടയർഡ് DYSP ജീവൻ തോമസ് സാറാണെന്ന് കേട്ടപ്പോ ഞാനത് കണ്ണും പൂട്ടി അങ്ങ് സമ്മതിക്കായിരുന്നു. സാറ് കുറച്ചു കാലമായിട്ട് നാട്ടിലില്ലാന്നും അദ്ദേഹം അമേരിക്കയിലാണെന്നും എന്നെ വിളിച്ചു പറഞ്ഞത് ആകാശ. അതുപ്രകാരം ഞാൻ നടത്തിയ അന്വേഷണത്തിലാ ഇതൊരു തട്ടിപ്പാണെന്ന് മനസ്സിലായത്. കോച്ചിങ് സെന്ററിൽ വിളിച്ചു ചോദിച്ചപ്പോ അവരങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടേ ഇല്ല. അത്രയായതോടുകൂടി എനിക്ക് പിന്നങ്ങ് പേടിയായി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം
യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.